الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏറെ സന്തോഷത്തോടെ അല്ലാഹുവിൻ്റെ മുമ്പിൽ വളരെ വിനയത്തോടെ ആഹ്ലാദത്തോടെ നന്ദിയോടെ നമ്മൾ ഇവിടെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് സംഗമിച്ചിരിക്കുകയാണ്. ഒരു മാസക്കാലത്തെ കൃത്യമായ പരിശ്രമങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകിയതിൽ അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള സന്തോഷം മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നാം ഇവിടെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാമതായി നാം ഇപ്പോൾ നിർവഹിച്ച നമ്മുടെ നമസ്കാരമടക്കം നാം ഒരു മാസക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദത്തുകൾ അഖിലവും സ്വീകരിച്ചു കിട്ടുവാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകളാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരേണ്ടത്. കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാളും അപ്പുറം ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന, അത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആരാധനകൾക്ക് ശേഷവും ഏത് വിധത്തിൽ അല്ലാഹുവിന് വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ശേഷവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ആഗ്രഹമാണ്. ഈ ഈദിൻ്റെ സുദിനത്തിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കുന്ന ആശീർവാദങ്ങളിൽ പോലും, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന സന്തോഷ പ്രകടനങ്ങളിൽ പോലും അതിനു വേണ്ടിയുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനാ വാചകങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയുന്നതിലൂടെ നമ്മളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മുടെ ആ ആശംസാ പ്രകടനത്തിൽ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാഹുവേ എന്നുള്ള മനമുരുകിയുള്ള തേട്ടം സദാ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. മാത്രമല്ല, ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു അതിന് നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 ഉപാധികളുണ്ട്. ഒന്ന്, തൗഹീദിൽ അധിഷ്ഠിതമായ നിലക്കുള്ള ഇഖ്ലാസാണ്. സർവശക്തനായ റബ്ബിനെ മാത്രം ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുഴക്കിയ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ തുടങ്ങിയ ആ ആദർശത്തിൻ്റെ പ്രഖ്യാപനം, അത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, റബ്ബിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയുള്ളൂ,
റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയുള്ളൂ തുടങ്ങിയ മഹത്തായ ആശയങ്ങളാണല്ലോ തൗഹീദിൻ്റെ പ്രഖ്യാപനം. ആ തൗഹീദിൻ്റെ പ്രഖ്യാപനം റബ്ബിൽ നിന്നുള്ള പ്രതിഫലത്തെ മാത്രം മോഹിച്ചുകൊണ്ടുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ നിലക്കുള്ള ആ ഇഖ്ലാസാണ് ഒരു കർമ്മം സ്വീകരിക്കുവാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം. അഥവാ ആളുകളെ കാണിക്കുവാനോ പ്രശംസ നേടുവാനോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിലും, അതേപോലെ തന്നെ തൗഹീദിൽ മായം ചേർത്തുകൊണ്ട് ശിർക്കിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ കർമ്മം സ്വീകരിക്കില്ല എന്നർത്ഥം. രണ്ടാമതായി, ഒരു കർമ്മം സ്വീകരിക്കുവാൻ ആവശ്യമായത് ഇത്തിബാഉർ റസൂലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതിയിലേ നാം കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ. നമ്മുടെ വകയായി ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാത പിൻപറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹുവിങ്കൽ സൽക്കർമ്മമായി സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഉപാധികളൊക്കെ പൂർത്തിയാകുന്ന നിലക്ക് അള്ളാഹുവിങ്കൽ സ്വീകാര്യത ലഭിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരു മാസക്കാലത്തെ അധ്വാനം എന്തിനു വേണ്ടിയായിരുന്നു? വിശുദ്ധ റമളാനിൻ്റെ പ്രഖ്യാപനം വന്നത് മുതൽ ഈ സമയം വരെയും നമ്മൾ നിർവഹിച്ച ഓരോ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ, നോമ്പനുഷ്ഠിച്ചത്, സക്കാത്ത് കൊടുത്തത്, സ്വതക്കകൾ നൽകിയത്, ഖുർആൻ പാരായണം ചെയ്തത്, ദിക്റുകൾ ഉരുവിട്ടത്, സ്വലാത്തുകൾ ചൊല്ലിയത്, മനമുരുകി റഹ്മാനായ റബ്ബിനോട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പാതിരാവുകളിലടക്കം ഉറക്കമിളച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് തഖ്വ വർദ്ധിക്കുവാനായിരുന്നു. ലഅല്ലക്കും തത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ എന്നാണല്ലോ അള്ളാഹു അറിയിച്ചത്. ആ തഖ്വ അത് നേടിയെടുക്കുന്ന വിധത്തിൽ കൃത്യമായി തന്നെ നമ്മൾ അധ്വാനിച്ചവരാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടെ അത് ചെയ്തവരാണെങ്കിൽ ആ തഖ്വ ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴോ മാത്രമല്ല മുസ്ലിമീങ്ങൾ ഭയവും ഭക്തിയും റബ്ബിനോട് പ്രകടിപ്പിക്കേണ്ടത്. അതവൻ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും അവൻ നിലനിർത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. തിന്മകൾ ചെയ്യുവാനുള്ള വാഞ്ചകളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായപ്പോഴൊക്കെ നോമ്പ് കാലത്ത്, റമദാൻ കാലത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചത് അരുത്, കാണാൻ പാടില്ലാത്തതിലേക്ക് ഞാൻ നോക്കരുത്, കേൾക്കരുതാത്തതിലേക്ക് ഞാൻ കാതുകൊടുക്കരുത്, പറയരുതാത്തത് ഞാൻ പറയരുത്. ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്തത് ഞാൻ നോമ്പുകാരനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു. എനിക്ക് നോമ്പാണ്, അതുകൊണ്ടത് ചെയ്തുകൂടാ എന്നായിരുന്നു. ഇനി വരാൻ പോകുന്ന മാസങ്ങളിലും നമ്മൾ നിർവഹിക്കേണ്ടത്, തിന്മകൾക്ക് ഏതെങ്കിലും നിലക്ക് മനുഷ്യന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ അവൻ പറയേണ്ടത്, മനസ്സിന് പഠിപ്പിക്കേണ്ടത്, ഞാൻ വ്രതമനുഷ്ഠിച്ചവനാണ്, ഒരു മാസക്കാലം അധ്വാനിച്ചവനാണ്, ആ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ എനിക്ക് നഷ്ടമായി പോകും. ഇനി വരാൻ പോകുന്ന 11 മാസങ്ങളിലും ഞാൻ തിന്മകളിലേക്ക് പോയാൽ, ആ ചിന്തയോടുകൂടി സഹോദരങ്ങളെ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെയും മാസങ്ങളെയുമൊക്കെ നമ്മൾ കൃത്യമായി തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് തന്നെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അള്ളാഹു എല്ലാ സമയത്തും നമ്മെ നിരീക്ഷിക്കുകയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് റമളാനിൽ മാത്രമല്ല, ശവ്വാലിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും റബ്ബിൻ്റെ ആ നിരീക്ഷണം നമുക്കുണ്ട്. മൂന്നാമതായി പറയാനുള്ളത്, ഈ നിലനിർത്തുന്ന ഭയഭക്തിയുണ്ടല്ലോ, ഇത് റമളാനിൽ മാത്രമായി ചുരുക്കിക്കെട്ടുന്ന ആളുകൾ റമളാൻ കഴിഞ്ഞാൽ എല്ലാത്തിനും ഓപ്പണാക്കുന്ന ഒരു ദുരന്തമുണ്ട്. അത് വരാൻ പാടില്ല. നമുക്ക് മഹാന്മാരായ ഉലമായി രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ബീസൽ ഖൗമുല്ലദീന ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാനിലല്ലാതെ, റമളാനിൽ മാത്രമല്ലാതെ അള്ളാഹുവിനെ അറിയാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെത്ര ചീത്തയാണ്. ആ ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. റമളാനിലുണ്ടായിരുന്ന ആ ഒരു റഹ്മാനായ നാഥൻ തന്നെയാണ് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ തുടർന്നും നിലനിർത്തേണ്ടതുണ്ട്.
വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെയും നീ നിന്റെ റബ്ബിനെ യഥാർത്ഥമായ നിലക്ക് ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. റമദാനിൽ നമസ്കരിച്ച നമസ്കാരം, അതേപോലെ തന്നെ നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, അതേപോലെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്തേണ്ടതുണ്ടോ, ഖുർആനുമായുള്ള ബന്ധം, ദിക്റുകളും ദുആകളും, ഇതൊക്കെ വരും കാലങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. അതല്ലാതെ റമദാൻ കഴിഞ്ഞില്ലേ ഇനിയെല്ലാം പഴയ പോലെ എന്ന നിലക്ക് തിന്മകളുടെ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥക്ക് ആരുടെയെങ്കിലും മനസ്സുകളിൽ അല്പമെങ്കിലും ഒരു ചിന്ത നിലനിൽക്കുന്നുവെങ്കിൽ അത് ഇനി ഞാൻ ചെയ്യില്ല അല്ലാഹുവേ എന്ന പ്രതിജ്ഞയോടെ വേണം നമ്മൾ ഈ കൃത്യമായ മജ്‌ലിസിൽ നിന്ന് നമ്മൾ പുറത്തു പോകുവാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാലാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് നാം ഈദ് ആഘോഷിക്കുന്ന രീതിയെ സംബന്ധിച്ചാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങളെല്ലാം തന്നെ ദൈവീകമായ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾക്കകത്ത് നിലനിന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ മാത്രമാണ്. നാം മുഴക്കിയ തക്ബീറുകളോട് യോജിക്കാത്ത ഒരാഘോഷം, നാം അല്ലാഹുവിനോട് 5 നേരം കൈകെട്ടിനെന്ന് പറയുന്ന പ്രതിജ്ഞക്ക് നിരക്കാത്ത ഒരാഘോഷം എന്തിൻ്റെ പേരിലാണെങ്കിലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ, ആ റബ്ബിനെ കഴിഞ്ഞേ എനിക്ക് മറ്റുള്ളതെല്ലാം ഉള്ളൂ, റബ്ബ് വെറുക്കുന്നത് ഞാൻ വെറുക്കുന്നു, റബ്ബ് ഇഷ്ടപ്പെടുന്നതേ ഞാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. ആ ചിന്തയോടെ കൃത്യമായി ആ മുഴക്കുന്ന തക്ബീറുകളോട് കൂറുപുലർത്തിക്കൊണ്ടുള്ള ഒരാഘോഷ രീതി മാത്രമേ നമുക്കുണ്ടാകാവൂ. നമുക്കനുവദിക്കപ്പെട്ടതായ നല്ല പുതുവസ്ത്രങ്ങൾ, അതുപോലെ തന്നെ സുഗന്ധങ്ങൾ, അതേപോലെ നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കൽ, അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ, യാത്രകൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം അനുവദിച്ചു തന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടം ലഹരിയില്ലാതെ ഒരാഘോഷമോ എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, രാജ്യത്തൊട്ടാകെ ലഹരി ചർച്ചയായി മാറുകയാണ്. മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയുമൊക്കെ മേമ്പൊടിയില്ലാതെ എന്ത് ആഘോഷങ്ങളാണ് എന്നാണ് ചെറുതലമുറ അതല്ലെങ്കിൽ പുതുതലമുറ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്ര കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതും ഇസ്ലാം വിരോധിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇത്ര അളവിൽ ഉപയോഗിച്ചാലേ തെറ്റാവൂ എന്ന ഒരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് ഒരൊറ്റ അടിസ്ഥാന നിയമമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. മാ അസ്കറ കസീറുഹു, അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ഫഖലീലുഹു ഹറാം, അതിലേറ്റവും ഒരു ചെറിയ അളവ് പോലും നിഷിദ്ധമാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയമം. അതുകൊണ്ട് ആ നിയമത്തെ പാലിച്ചുകൊണ്ട് മദ്യത്തോടും മയക്കുമരുന്നുകളോടും വിട പറയുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്തുണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ നിലക്കുള്ള മുൻകരുതലുകൾ നമ്മൾ മുഴക്കുന്ന തക്ബീറുകളിലുണ്ട്, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിലൂടെ റഹ്മാനായ റബ്ബിനോടടുക്കുന്ന പ്രതിജ്ഞയിൽ അതുണ്ട്. റബ്ബേ നിനക്കിഷ്ടമുള്ളതേ ചെയ്യൂ എന്നുള്ള കൃത്യമായ പ്രതിജ്ഞയിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സദാ റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനകളിലഖിലം റഹ്മാനായ റബ്ബിനോട് തിന്മകളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കും എന്നുള്ള കരുതലുണ്ട്, കാവലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം, ലഹരി, മയക്കുമരുന്ന് അതേതാവട്ടെ സർവ തിന്മകളുടെയും മാതാവാണത്. രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ കേരളക്കരയിൽ മീഡിയകളിലൂടെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ലഹരിയാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന്. കൂട്ടക്കൊലകൾ, അറുകൊലകൾ, ആത്മഹത്യകൾ, അതേപോലെ സ്വന്തം മാതാപിതാക്കളെപ്പോലും കഴുത്തറുത്ത് കൊല്ലൽ, സ്വന്തം ഉമ്മയുമായി പോലും വഴിവിട്ട ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തൽ, പറയാൻ കഴിയാത്തത്ര, വിശദീകരിക്കാനാവാത്തത്ര നമ്മുടെ തലമുറ ലഹരിക്കടിമകളാണ്. ഇസ്ലാമികമായ അധ്യാപനങ്ങളിലേക്ക് മടങ്ങി അല്പം പോലും ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണെന്നും പരലോക കോടതിയിൽ രക്ഷപ്പെടില്ലെന്നുമുള്ള ഈമാനികമായ അല്ലാഹു അക്ബർ, റബ്ബിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെയുള്ള ഒരു ചിന്തയിലേക്ക് സമൂഹം മടങ്ങലല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയും വേറെ പരിഹാര മാർഗങ്ങളുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ ഉപയോഗപ്പെടുത്തിയത് ഈമാനികമായ നിലക്കുള്ള ആ അധ്യാപനങ്ങളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേ അവസരത്തിൽ ലഹരിയുടെ അപകടങ്ങൾ ഒരു ഭാഗത്ത് പറയുകയും എന്നാൽ നമ്മുടെ സ്കൂളുകളിൽ പോലും പഠിപ്പിക്കുന്നത് ലിബറൽ ചിന്താഗതികളാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് അധ്യാപകന്മാർക്ക് വരെ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. എൻ്റെ ശരീരം അത് എന്ത് പ്രവർത്തിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. മൈ ലൈഫ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം അതെങ്ങനെയാവണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ജീവിതം ഒന്നേയുള്ളൂ, അത് അർമാദിച്ച് ആസ്വദിക്കണമെന്നാണ് ലിബറൽ ചിന്താഗതിക്കാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ളത് ആ ലിബറൽ ചിന്തയാണ്. നമ്മുടെ അധ്യാപകന്മാരിന്ന് കുട്ടികളെ ക്ലാസ് മുറിയിൽ വെച്ച് അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിതം ഒന്നേയുള്ളൂ എന്ന്. അവിടെയാണ് ഇസ്ലാമിന് സംസാരിക്കുവാനുള്ളത്. ഒരു ഭാഗത്ത് ലഹരിയുടെ അപകടങ്ങളൊക്കെ പറയുകയും മറുഭാഗത്ത് ഇത് ജീവിതം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ജീവിതം ഇനി എന്തായാലും വേണ്ടില്ല, ആസ്വദിച്ചേ അടങ്ങൂ എന്നാണ് വിദ്യാർത്ഥികളും യുവതലമുറയും ആളുകളും ഒക്കെ ചിന്തിക്കുക. ഇസ്ലാം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല ജനങ്ങളെ, മുസ്തഫ സമൂഹത്തെ ലഹരി മുക്തമാക്കിയത് അങ്ങനെയാണ്. ജീവിതം ഒന്നല്ല ഉള്ളത്, ജീവിതം ഒന്നല്ല രണ്ടുണ്ട്. ഈ കാണുന്ന ജീവിതം കുറഞ്ഞ കാലമേയുള്ളൂ, മരണാനന്തരം ഒരു ശാശ്വതമായ ജീവിതമുണ്ട്. അവിടെ രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ലഹരി തൊടാൻ പാടില്ല, അതേപോലെയുള്ള തിന്മകളിൽ ആറാടുവാൻ പാടില്ല, തിന്മകളുടെ വക്താക്കളാകുവാൻ പാടില്ല എന്ന്. എൻ്റെ ബോഡി എൻ്റെ അധികാരത്തിലല്ല, അതിന് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്, എൻ്റെ കൺട്രോളിലല്ല എൻ്റെ ശരീരം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വിചാരിക്കുമ്പോൾ ആരോഗ്യം കിട്ടണ്ടേ, ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ രോഗം മാറണ്ടേ? മനസ്സിലാക്കി കൊടുത്തു ഇസ്ലാം, നിന്റെ ബോഡി നിന്റെ കൺട്രോളിലല്ല, മുദബ്ബിറായ അള്ളാഹുവാണ് നിന്റെ ശരീരം നിയന്ത്രിക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ ചോയ്സാണ് എന്നുള്ളതല്ല, നിന്റെ ജീവിതം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അവൻ പഠിപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ഈ ധാർമ്മികമായ പാഠങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് എതിരി നിൽക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരുടെ അധ്യാപനങ്ങളെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് കരുതി കൂട്ടി ഉൾപ്പെടുത്തിയിട്ട് അത് ക്ലാസ് റൂമുകളിൽ വെച്ച് പഠിപ്പിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് എന്തൊരു കൃത്യമായ നിലക്കുള്ള ധാർമ്മികതയാണ് ഈ സമൂഹത്തിന് ഇനി പ്രതീക്ഷിക്കാനാവുക? അതുകൊണ്ട് തന്നെ ചികിത്സിക്കേണ്ടത് ചികിത്സിച്ചേ പറ്റൂ, തിരുത്തേണ്ടത് തിരുത്തിയേ പറ്റൂ. ആ വിധത്തിലാണ് ഈമാനികമായ ഒരു ബോധവൽക്കരണം ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്നാണ് കൃത്യമായ നിലക്ക് തന്നെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സമൂഹത്തോട് എന്നും നമ്മൾ ലഹരിയുടെ കാര്യത്തിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കുക എന്ന്. ഒരു വലിയ ആശയമാണ് അതിലൂടെ നമ്മൾ സമൂഹത്തോട് പഠിപ്പിച്ചത്. ഒടുങ്ങാതിരിക്കണോ, നിങ്ങളുടെ ജീവിതം അവസാനം ഒടുങ്ങാതിരിക്കണോ? പേക്കോലങ്ങളായി തെരുവുകളിൽ നിങ്ങൾ മരിച്ചു വീഴാതിരിക്കണോ? ഭ്രാന്തന്മാരാകുന്നവരവസ്ഥയിൽ നിന്ന് വിട്ടു നിൽക്കണോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, ഈ തിന്മയുടെ തുടക്കക്കാരായി മാറരുത്. പല വിധത്തിലുള്ള യാത്രകളിലൂടെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ ടൂർ യാത്രകളിലൂടെ, സ്റ്റഡി ടൂർ എന്ന പേരിൽ, ഗെറ്റ് ടുഗദറുകൾ എന്ന പേരിൽ, പലയിടങ്ങളിലും കറങ്ങാൻ എന്ന പേരിൽ, നൈറ്റ് ലൈഫുകൾ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയും തിന്മകൾക്കെതിരെയും ബോധവൽക്കരണം നടത്തുന്ന അതേ ആളുകളാണ് മത്സരിച്ച് ജില്ലാസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും പാതിരാവും കഴിഞ്ഞ് പുലരും വരെ ആണും പെണ്ണും ഒന്നിച്ച് കൂത്താടുന്ന അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾക്ക് വഴിയൊരുക്കുന്ന, ലഹരിക്ക് ഏറ്റവും കൂടുതൽ വിതരണക്കാർക്ക്, മാഫിയകൾക്ക് അഴിഞ്ഞാടുവാനുള്ള അവസരങ്ങൾ കൃത്യമായി സ്വാതന്ത്ര്യമായി ലഭിക്കുന്ന നൈറ്റ് ലൈഫുകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വക കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടത്തുക, മറ്റേ കാര്യങ്ങൾ വേറൊരു ഭാഗത്തും നടത്തുക, ഇതൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ ഒരവസ്ഥയിലേക്ക് പോകൽ മാത്രമേ പരിഹാരമുള്ളൂ. നാം നിർവഹിച്ച തക്ബീറുകൾ മുഴുവനും നമുക്ക് ആ വിഷയമാണ് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, വലില്ലാഹിൽ ഹംദ്, അവനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നൽകിയത് റഹ്മാനായ എൻ്റെ റബ്ബാണ്. ആ റബ്ബ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് തുണയായിട്ടുണ്ടാകും. ജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളുമുണ്ടാകും, ദുഃഖങ്ങളുമുണ്ടാകും.
എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് താങ്ങാനാവാതെ ആത്മഹത്യകൾ ചെയ്യുകയാണ് സമൂഹം. അതേപോലെ തന്നെ കൊലക്കത്തിക്ക് ഇരയാക്കുകയാണ്. തൻ്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാതെ വരുമ്പോൾ മറ്റുള്ളവനെ കൊന്നു കുഴിച്ചു മൂടുകയാണ്. ഈ ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തുന്നതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? സമൂഹത്തിലതാ നമ്മുടെ നാട്ടിൽ അറിഞ്ഞ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞ ഒരു വലിയ കൊലപാതകത്തിൻ്റെ പരമ്പരകൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. കടക്കെണിയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. ലക്ഷങ്ങളുടെ കടങ്ങൾ വരുത്തി വെച്ചു എന്നാണ് പറയുന്നത്. അവിടെയും പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. മക്കൾ 10, 60, 70 ലക്ഷമൊക്കെ രൂപയുടെ കടക്കാരായി മാറിയതെങ്ങനെയാണ്? കുടുംബനാഥന് പോലും അറിയാത്ത കടങ്ങൾ അയാളുടെ വീട്ടിലെങ്ങനെയുണ്ടായി? അയാളോട് അന്വേഷിച്ചപ്പോൾ അയാൾക്കറിയില്ല ഇത്രയൊന്നും കടം തൻ്റെ കുടുംബത്തിലുണ്ടായത്. പിന്നെ ആരാണ് ചെലവഴിച്ചത്? മകനാണ് ചെലവഴിച്ചത്. ഭാര്യയാണ് കടം വരുത്തി വെച്ചത്. നോക്കൂ നിങ്ങൾ, ആ ഭാര്യാഭർത്തൃ ബന്ധം എത്രത്തോളം ഊഷ്മളമാണ്. വല്ല നിലക്കുള്ള ഉത്തരവാദിത്വവും ആ കുടുംബത്തിലുണ്ടോ? കുടുംബത്തിൽ കുടുംബനാഥനറിയാതെ ലക്ഷങ്ങളുടെ കടക്കണികൾ വരുത്തി വെക്കുന്ന മക്കളും ഭാര്യമാരുമൊക്കെയാണ് വീടകങ്ങളിലുള്ളതെങ്കിൽ എവിടെയാണ് ഇവിടെ തകരാറുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കാത്ത ഒരു തലമുറയാണ് വളരുന്നത്. ആരുടേത് ഏത് വിധത്തിൽ അപഹരിച്ചിട്ടാണെങ്കിലും, മയക്കുമരുന്ന് കഴിച്ചിട്ടാണെങ്കിലും, വിപണനം നടത്തിയിട്ടാണെങ്കിലും, എന്തു തോന്നിവാസം ചെയ്തിട്ടാണെങ്കിലും, കൊലപാതകം നടത്തിയിട്ടാണെങ്കിലും പണമുണ്ടാക്കണം, സുഖിക്കണം. കാരണം ലിബറലുകൾ പഠിപ്പിച്ചു കൊടുത്തത് ജീവിതം ഒന്നേയുള്ളൂ, അത് പരമാവധി ആസ്വദിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന ചിന്തയിലൂടെ റബ്ബുണ്ട്, റബ്ബ് എന്നെ പരലോകത്ത് ഇതിന് ചോദ്യം ചെയ്യുമെന്ന കൃത്യവും കണിശവുമായ ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കലല്ലാതെ നിവൃത്തിയില്ല. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ സാമ്പത്തികമായ നിലക്കുള്ള ഭാരിച്ച പലിശയുടെ കെണിയിൽ പോയി ചാടുക വിധത്തിലുള്ള ഏതെല്ലാം മാരകമായ സാമ്പത്തിക തട്ടിപ്പുകളുടെയും സാമ്പത്തിക വഴിവിട്ട ക്രമക്കേടുകളുടെയും കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ചെന്നുപെടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും. ആർഭാട ജീവിതത്തിന് വേണ്ടി അടിച്ചു പൊളിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി കടങ്ങൾ വരുത്തി വെക്കുന്ന തലമുറയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ ഇവിടെ കൂടിയ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പാരന്റിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രക്ഷിതാക്കൾ മക്കളെ വളർത്തുന്ന ഘട്ടത്തിൽ നമ്മൾ അറിയണം, വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. 9ാം ക്ലാസ്സുകാരിയും 10ാം ക്ലാസ്സുകാരിയും ഒക്കെ വീട് വിട്ട് പല ദൂര രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുകയാണ്. അതേപോലെ തന്നെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താക്കന്മാർ ഭാര്യമാരെ വഞ്ചിച്ചുകൊണ്ടൊക്കെ ദാമ്പത്യ മേഖലയിലുള്ള വിശ്വാസങ്ങൾ തകരുകയാണ്. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വഴിവിട്ട ചാറ്റിങ്ങുകളും പ്രണയക്കുരുക്കുകളിൽ അകപ്പെട്ട് അവസാനം കൊല്ലലും കൊല്ലിക്കലും ആത്മഹത്യ ചെയ്യലും എല്ലാം സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കണക്കുകളൊന്നും നമ്മൾ നിരത്തേണ്ടതില്ല. അതേപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ആത്മീയ കച്ചവടക്കാർ, ലഹരി മാഫിയ പോലെ വളർന്നു വരുന്ന മറ്റൊരു മാഫിയയാണ് ആത്മീയ മാഫിയകൾ. അവർ സമൂഹത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഭൗതികമായ നേട്ടങ്ങൾ കൊയ്തെടുക്കുകയാണ്. അതേപോലെ തൻ്റെ വീട്ടിൻ്റെ അയൽക്കാരിയായ ഒരു മുടിക്ക് നീളം കൂടിയ ഒരു പെണ്ണുണ്ടായതാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാ തകർച്ചക്കും കാരണമായതെന്ന ഏതോ ഒരുത്തൻ്റെ പ്രവചനം വിശ്വസിച്ചുകൊണ്ടാണ് ഒരു കൂട്ടക്കൊല ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടത്തിയത് എന്നുള്ളത് കൃത്യമായി എല്ലാവരും അറിഞ്ഞവരാണ്. ആത്മീയതയാണ് അവിടെ കൈമുതലാക്കി ചിലരൊക്കെ കൊണ്ടു നടന്നത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആത്മീയമായ കാര്യങ്ങളുണ്ട്. ആ ആത്മീയമായ മേഖലകൾക്കപ്പുറം ചൂഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആത്മീയ വാണിഭക്കാരെ കരുതിയിരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ തന്നെ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാക്കുന്ന പ്രത്യേകമായ ദിനമാണ് ഈദിൻ്റെ സുദിനങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം, അതേപോലെ തന്നെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ സഹോദരീ സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, പരിചയത്തിലുള്ളവർ എല്ലാവരോടും ഈ ഈദ് സുദിനത്തിൽ ബന്ധങ്ങൾ പുതുക്കുകയും നേരിൽ സന്ദർശിക്കുവാൻ കഴിയാവുന്നവർക്ക് അങ്ങനെ ഫോണിലൂടെയും മറ്റ് വിവരങ്ങളിലൂടെയുമൊക്കെ ഒരു നിലക്കുള്ള പിണക്കങ്ങളും ബാക്കി വെക്കാത്ത നിലക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സ് ക്ലിയറാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട അവസരം കൂടിയാണിത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.
സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിൻ്റെ ഖുതുബയിലൂടെ സഹോദരിമാരോട് പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. നരകാഗ്നിയിൽ ധാരാളക്കണക്കിന് സ്ത്രീകളെയാണ് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും അവരല്ലാഹുവിനോട് ചെയ്യേണ്ടുന്ന നന്ദിയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് നന്ദികെട്ട ജീവിതമാണ് അവർ ജീവിക്കുന്നത്, അതിനാലാണ് അവർ നരകാഗ്നിയിൽ കൂടുതൽ കിടക്കേണ്ടി വരുന്നത് എന്നുള്ള പാഠം നമുക്ക് കരുത്തു പകരേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം അത് നിങ്ങളുടെ ഭർത്താവിന് മാത്രം ആസ്വദിക്കുവാനുള്ളതാണ്. ഒരു ആഘോഷത്തിൻ്റെ പേരിലോ ഒരു യാത്രയുടെ പേരിലോ ഒന്നിൻ്റെയും പേരിൽ തൻ്റെ ശരീരത്തിൽ അരുതാത്ത ഒരു ഭാഗം മറ്റൊരാളും കാണുന്ന നിലക്കുള്ള വസ്ത്രധാരണ രീതി ഒരു സഹോദരിമാരും ഒരു സമയത്തും സ്വീകരിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർമ്മങ്ങൾ തകരുവാൻ എളുപ്പമാണെന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മാസക്കാലത്തെ അധ്വാനം എത്രയെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നോമ്പെടുത്തതും നമസ്കരിച്ചതും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചതുമൊക്കെ. കണ്ണുകൾ ഒരുപാട് ഖുർആനിലേക്ക് നോക്കിയ കണ്ണുകളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട കാതുകളാണ്. ദിക്റുകൾ ചൊല്ലിയ നാവുകളാണ്. ആയത്തുകൾ പാരായണം ചെയ്ത നാവുകളാണ്. ഇനി ഇതേ കണ്ണുകൊണ്ട് തന്നെ മാലിന്യങ്ങളിലേക്ക് നോക്കരുത് പ്രിയമുള്ളവരെ. ഇതേ കാതുകൊണ്ടിനി മാലിന്യങ്ങൾ കേൾക്കരുത് പ്രിയമുള്ളവരെ. ഇതേ നാവുകൊണ്ടിനി അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് പറയരുത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വേദികളിൽ പോകരുത്. ഏത് വൈബുകളുടെ പേരിൽ, ഏത് കാഴ്ചകളുടെ പേരിൽ, എവിടേക്ക് ആരൊക്കെ ക്ഷണിച്ചാലും വിളിച്ചാലും വിശ്വാസികളെ, നമുക്ക് പരലോക വൈബാണ് പ്രധാനം. അവിടെയുള്ള സ്വർഗ്ഗത്തിലെ വൈബുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു വേദികളിലേക്കും ഒരിടങ്ങളിലേക്കും വിശ്വാസികളെ നമ്മൾ ഒരിക്കലും പോകരുത്. പോയാൽ ഒരു മാസത്തെ അധ്വാനം തകരാൻ നിമിഷങ്ങളെ വേണ്ടൂ. എത്ര വലിയ മാൻ പവറും അതുപോലെ തന്നെ സമ്പത്തും ചെലവഴിച്ചുണ്ടാക്കിയ 100 നിലകളുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ബിൽഡിങ്ങുകൾ തകരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിർമ്മിക്കുവാനാണ് പ്രയാസം, തകർക്കുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് തഖ്വക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങൾ ഒരുപാട് അധ്വാനിച്ചവരാണ് നമ്മളെങ്കിൽ, അതിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് നമ്മളെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഹറാമായ ഒരു പ്രവർത്തനം കൊണ്ടും ആ തഖ്വയെ നമ്മൾ, ആ സൗധത്തെ, ആ മണിമാളികയെ നമ്മൾ ഒരിക്കലും തകർക്കരുത് പ്രിയമുള്ളവരെ. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മളോടത് പ്രത്യേകം പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണേ. വഅത്തിയുർ റസൂല, റസൂലിനെയും അനുസരിച്ച് ജീവിക്കണം. അള്ളാഹിനെ അനുസരിക്കണം, അഥവാ ഖുർആൻ പഠിച്ച് ഖുർആനിൻ്റെ അനുയായികളായി നിങ്ങൾ ജീവിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ധാരയിലൂടെ, പാതയിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകണം. അടുത്ത വാചകം ശ്രദ്ധിക്കുക. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ പൊളിച്ചു കളയരുതേ, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുതേ. സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന് നിമിത്തമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഗൗരവത്തോടെ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ അമലുകളൊക്കെ തകർന്ന് തരിപ്പണമാകും. പിന്നെ നമ്മൾ ചെയ്ത അമലുകൾക്ക് പ്രതിഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് റബ്ബിൻ്റെ ഈ കൃത്യമായ നിർദ്ദേശത്തെയും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈദിൻ്റെ സുദിനം എന്ന് പറയുന്നത് സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസമുള്ള ആളുകളെ കൂടി ഓർക്കേണ്ടുന്ന ദിനമാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടുന്ന ദിവസങ്ങളാണ്, ദിനങ്ങളാണ്. സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ രോഗികളെ സന്ദർശിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പീഡകങ്ങളിലും ഹോസ്പിറ്റലുകളിലും കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അതുപോലെയുള്ള പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകളുമുണ്ടാകും. ഈദ് നമസ്കാരത്തിന് വരാൻ കഴിയാതെ രോഗബാധിതരായി കിടക്കുന്ന ഒട്ടേറെ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. പ്രയാസപ്പെടുന്ന പീഡിതരായ ജനവിഭാഗങ്ങൾ ലോകത്ത് എമ്പാടുമുണ്ട്. മണ്ണ് നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, കിടപ്പാടം നഷ്ടപ്പെട്ട്, മുറിവുകളേറ്റ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന
ആയിരക്കണക്കിന് നമ്മെപ്പോലെയുള്ള മുസ്ലിം സഹോദരങ്ങൾ, പിഞ്ചുമക്കൾ, വിധവകൾ, ബന്ധപ്പെട്ട പലരും പലയിടങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി മനസ്സുരുകി അവരുടെ വിജയത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ആത്മാർത്ഥമായി തേടുവാനും ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാലേ യഥാർത്ഥത്തിലുള്ള ഒരു ഈദ് അനുഷ്ഠിച്ചു എന്നുള്ള ഒരു പ്രതീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥത ഒരിക്കലും കൈവടിയാതെ കൃത്യമായ നിലക്കുള്ള ചുവടുവെപ്പുകളുമായി മുന്നോട്ട് പോകണേ എന്നാണ് എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ മുഴുവനും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ച് സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു രക്ഷയും വിജയവും സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه وحكام الإمارات وولي عهده الأمين لما تحبه وترضاه. اللهم سدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله وأهله واغفر لوالديه ونجليه وأدخلهم الجنة برحمتك يا أرحم الراحمين. اللهم اغفر لوالدينا وارحمهم كما ربونا صغارا. تقبل الله منا ومنكم صالح الأعمال وكل عيد وأنتم بخير. والسلام عليكم ورحمة الله وبركاته.